കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ റീജിയണൽ കണക്ടിവിറ്റി സ്കീമിലുള്ള കേരളത്തിൽ അനുവദിച്ച സീപ്ലെയിൻ പദ്ധതി അട്ടിമറിക്കാൻ വനം വകുപ്പിന്റെ നീക്കം. പദ്ധതി മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും സീപ്ലെയിൻ ലാൻഡ് ചെയ്ത മാട്ടുപ്പെട്ടി അതീവ പരിസ്ഥിതിലോല മേഖലയാണെന്നും കാണിച്ച് വനം വകുപ്പ് ഇടുക്കി കളക്ടർക്ക് റിപ്പോർട്ട് കൈമാറി. പ്രദേശം ആനത്താരയാണെന്നും ദേശീയോദ്യാനങ്ങൾക്ക് സമീപത്താണെന്നും പരാമർശമുണ്ട്. സീപ്ലെയിൻ ലാൻഡ് ചെയ്ത മാട്ടുപ്പെട്ടി ഡാമിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെക്കുറിച്ച് അക്കമിട്ട് നിരത്തിയാണ് വനം വകുപ്പിന്റെ കത്ത്. പാമ്പാടുംചോല, ആനമുടിച്ചോല ദേശീയ ഉദ്യാനങ്ങളും കുറിഞ്ഞിമല സങ്കേതവും ഉൾപ്പെടുന്ന അതീവ പരിസ്ഥിതിലോല മേഖലയാണ് മാട്ടുപ്പെട്ടി ഡാമിന്റെ വൃഷ്ടിപ്രദേശമെന്നും നിരവധി ജീവികളുടെ ആവാസ കേന്ദ്രമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കാട്ടാനകൾ സ്ഥിരമായി കടന്നു പോകുന്ന മേഖല കൂടിയായ പ്രദേശം മാറ്റി നിർത്തി വേണമെങ്കിൽ സീപ്ലെയിൻ സർവീസ് തുടങ്ങാമെന്നും ഇതിന് നിർബന്ധമായും ദേശീയ വന്യജീവി ബോർഡിന്റെ അംഗീകാരമുള്ള പ്രത്യേക പദ്ധതി തയ്യാറാക്കണമെന്നുമാണ് വനം വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. പരമ്പരാഗത ആനത്താരയായ പ്രദേശത്ത് വിമാനമിറങ്ങിയാൽ വന്യജീവി മനുഷ്യ സംഘർഷം കൂടുതൽ രൂക്ഷമാകും. പരിസ്ഥിതി ലോല മേഖലകളിൽ ഇത്തരം പദ്ധതികൾ പാടില്ലെന്ന് കാട്ടി പരിസ്ഥിതി സംഘടനകൾ കോടതിയെ സമീപിക്കുമെന്നും സൂചനയുണ്ട്. വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷമേ പദ്ധതി നടപ്പാക്കാവൂ എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. വനം വകുപ്പിന്റെ ഇടപെടലിൽ സ്വപ്ന പദ്ധതി മുളയിലെ നുള്ളപ്പെടാതിരിക്കാൻ സർക്കാർ കടമ്പകൾ ഏറെ കടക്കണം. ജനം, ഇടുക്കി.